ഒത്തിരി ആളുകൾക്ക് ഈ വയറ്റിന്ന് പോകുമ്പം നീറ്റല്, പുകച്ചിൽ അനുഭവപ്പെടുക, വയറിന്ന് പോകുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നുക. ഇങ്ങനെ കട്ടി വരുമ്പോൾ അവർ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥകൾ വരുന്നു. അങ്ങനെ ബ്ലഡ് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇന്ന് സാധാരണയായിട്ട് എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും ഇത് പുറത്ത് പറയാൻ മടി കാരണം കാലങ്ങളായിട്ട് അത് ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടുകയും അങ്ങനെ പിന്നീട് അത് കോംപ്ലിക്കേഷൻ സ്റ്റേജിലോട്ട് പോകുന്നത് വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഒ പിയിലായാലും മിക്ക പേഷ്യൻസിനോട് നമ്മൾ ശോധന എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് വളരെ കട്ടിയായിട്ടാണ് പോവാറ്, തടസ്സം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്കത് അത്ര പ്രശ്നമൊന്നുമില്ല, ഈ ഒരു രീതിയിലാണ് മിക്ക പേഷ്യൻസും പറയാറുള്ളത്. പക്ഷേ നമ്മൾ അതിൻ്റെ ആ ഒരു സീരിയസ് മോഡിൽ അതിനെ കണ്ടു കഴിഞ്ഞാലേ ഉള്ളൂ അതിൻ്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ഒരു കേസസ്, ഈവൺ അതൊരു ക്യാൻസർ സ്റ്റേജ് ഒക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ഇല്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വയറ്റിന്ന് പോകുന്ന ബുദ്ധിമുട്ടുകൾ, എസ്പെഷ്യലി ഈ പൈൽസ് രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ്. നമ്മൾ നോർമലി ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂലക്കുരു. അപ്പൊ അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജുകൾ, അതേപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും അതിന് നമ്മൾ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യുഎൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. മിക്ക ആളുകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വയറ്റിന്ന് പോകാതിരിക്കുക. വയറ്റിന്ന് പോകുമ്പം ഭയങ്കര കട്ടിയായിട്ട് തോന്നുക, കുറേ നേരം സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാവുന്നു. അങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആ മലദ്വാരത്തിന് ചുറ്റുമായിട്ടുള്ള രക്തധമനികൾ പൊട്ടിയിട്ട് ബ്ലഡ് വരും. ഫിഷർ നിറ പ്രശ്നങ്ങൾ കാരണം അത് ഒരു ബ്ലീഡിങ് ടെൻഡൻസീസിലേക്ക് ലീഡ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അവർക്ക് വേദന, കടച്ചില്, അതിനോടൊപ്പം തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടും. ചിലർക്ക് ഒരു മ്യൂക്കസ് ഡിസ്ചാർജ് പോലെയൊക്കെ കാണിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചിലർക്ക് ഇപ്പം അടിവയറ്റുന്ന ഒരു വേദന, ചിലപ്പോൾ മലദ്വാരത്തിന് ചുറ്റുമായിട്ട് ഒരു പെയിൻ, ഒരു ബേണിംഗ് സെൻസേഷൻ ഒക്കെ കാണിക്കാവുന്നതാണ്. അപ്പൊ മിക്ക ആളുകളും ഇത് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ സെൽഫായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൈൽസ് തന്നെയാണ്, മൂലക്കുരുവിന്റെ പ്രശ്നമാണ്. ഈ മൂലക്കുരു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അയ്യേ ഇത് എങ്ങനെ ഒരാളോട് പറയുക എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എങ്ങനെ വിചാരിക്കും, എന്തെടുക്കും, എങ്ങനെ ഒരു സെൻസിൽ എടുക്കും, ഈ ഒരു തോട്ട് വെച്ചിട്ടാണ് മിക്ക പേഷ്യൻസും ഈ ഒരു ബുദ്ധിമുട്ടിനെ സീരിയസ് മോഡിൽ കാണാതിരിക്കുന്നത്. അപ്പം ഈ ഒരു പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന ഇഷ്യൂസ് അത്ര എന്താ പറയുക, നമുക്കൊരു മടി കാണിക്കുന്നതോ അല്ലെങ്കിൽ ഒരാളോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇന്ന് സാധാരണയായിട്ട് എല്ലാവരുടെ ഇടയിലും കണ്ടുവന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ അണ്ടറിൽ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം ഈ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് ഈ രക്തക്കുഴലുകൾക്ക് ഉണ്ടാവുന്ന ഒരു വീക്കം അല്ലെങ്കിൽ നീർവീക്കമാണ്. ഇപ്പം കാലുകൾക്കുള്ള രക്തധമനികൾ അല്ലെങ്കിൽ വെയിൻസ് തടിച്ച് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത്. അവിടെ ചൊറിച്ചിലുണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും, ചിലപ്പം കാല് വണ്ണം വെക്കാം അല്ലെങ്കിൽ നീര് വെക്കാവുന്നതാണ്, വേദന അനുഭവപ്പെടാം. അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന വാൾവിൽ ഡാമേജ് വന്നിട്ട് അല്ലെങ്കിൽ ആ വാൾവിൽ ഫങ്ഷനിങ് കറക്റ്റ് അല്ലാതെ വരുമ്പം രക്തക്കുഴലുകളിലെ ആ ഒരു സർക്കുലേഷൻ സ്ലോ ആവുന്നു അല്ലെങ്കിൽ രക്തയോട്ടം സ്ലോ ആയിട്ട് അവിടെ ഒരു ബ്ലോക്ക് സൃഷ്ടിച്ചിട്ട് അത് തടിച്ച് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത്. അതേ സെയിം പാറ്റേൺ ഓഫ് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ സെയിം പാറ്റേൺ ഓഫ് ഒരു ചേഞ്ചസ് തന്നെയാണ് ഈ പൈൽസിലും വരുന്നത്. ഇവിടെ ബാധിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തധമനികൾ തടിച്ച് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടർ പറയുമ്പോൾ ചെറിയൊരു കുരുവായിട്ടോ അല്ലെങ്കിൽ ഒരു തടിപ്പായിട്ടാണ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ പേഷ്യൻ്റ് ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അവിടെ കാണുന്നത്. അതൊരു കുരു പോലെയാണ്. ആ കുരു എന്ന് പറയുന്നത് എന്താണ്, ഈ രക്തധമനികൾ തടിച്ച് വേർതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ പൈൽസിനെ തന്നെ നമ്മളിൽ അത് മലദ്വാരത്തിന്റെ അകത്ത് കാണപ്പെടുന്നതിനെ അത് ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നുണ്ട്. മലദ്വാരത്തിന്റെ പുറത്താണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ പൈൽസ് ആയിട്ടും പറയാറുണ്ട്. ഈ ഇന്റേണൽ പൈൽസ് എന്ന് പറയുമ്പം അതിന് അത്ര ഒരു സ്റ്റേജുകൾ നോക്കുന്ന സമയത്ത് 4 സ്റ്റേജുകളാക്കിയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 1 എന്ന് പറയുമ്പം ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പൈൽസ് ഇന്റേണൽ പൈൽസിന്റെ ഗ്രേഡ് 1 എന്ന ആ ഒരു സ്റ്റേജിലെത്തുമ്പം അവിടെ ചെറിയ രീതിയിൽ ഒരു പുകച്ചില്, മലം പോകാൻ ഭയങ്കര കട്ടിയായിട്ട് തോന്നുക, അതേപോലെ പോകുന്ന സമയത്ത് അതിലൊരു നീറ്റല് തോന്നുക, പെയിൻ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാനായിട്ടില്ല, ചെറിയൊരു ചൊറിച്ചിലൊക്കെ ആയിരിക്കും അനുഭവപ്പെടുന്നത്.
ഇതാണ് ഗ്രേഡ് 1 എന്ന് പറയുന്നത്. ഗ്രേഡ് 2 എന്ന് പറയുമ്പം ഈ അകത്തിരിക്കുന്ന ആ ഒരു മാസ് അല്ലെങ്കിൽ ആ ഒരു തടിപ്പ് പുറത്തേക്ക് വരും. മലം പോകുന്ന സമയത്ത് അത് പുറത്തേക്ക് വരും, തള്ളി വരും. ഈ മലം പോയി കഴിഞ്ഞാൽ അത് തനിയെ അതിനുള്ളിലേക്ക് കയറിപ്പോകും. ഇതാണ് ഗ്രേഡ് 2. ഇവിടെ വേദന ഉണ്ടാവും, ചെറിയ രീതിയിലൊരു വേദന സ്റ്റാർട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ ബ്ലീഡിങ് ഉണ്ടാവാം, ദെൻ ചൊറിച്ചിൽ, ഒരു ചെറിയ രീതിയിൽ ചൊറിച്ചിലും അനുഭവപ്പെടാവുന്നതാണ്. ഇനി ഗ്രേഡ് 3 എത്തുന്ന സമയത്ത് ഈ മാസ് കംപ്ലീറ്റ് ആയിട്ടും പ്രൊട്രൂഡ് ചെയ്ത് വരും. പിന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അത് തനിയെ അതിൻ്റെ ഉള്ളിൽ കയറി പോകത്തില്ല. അത് നമ്മൾ കൈ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥകളാണ് ഗ്രേഡ് 3 എന്ന് പറയുന്നത്. ആ മാസം അത്രയും എൻലാർജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സൈസ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും, ചൊറിച്ചിൽ അനുഭവപ്പെടാം, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ഇരിക്കുമ്പോൾ നിൽക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ടും തടിപ്പും ഒക്കെ ഫീൽ ചെയ്യാവുന്നതാണ്. ഗ്രേഡ് 4 എത്തുമ്പോൾ ഈ മാസം കംപ്ലീറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈ ഒരു തടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കുരു കംപ്ലീറ്റ് ആയിട്ടും പുറത്തേക്ക് ഇറങ്ങി വരും. അത് നമ്മൾ എത്ര ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഉള്ളിലേക്ക് കയറത്തില്ല. അത്രയും അത് പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥയാണ് ഇന്റേണൽ പൈൽസിന്റെ ഗ്രേഡ് 4 എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ ഈ ഗ്രേഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇന്റേണൽ പൈൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുമ്പോൾ മലദ്വാരത്തിന്റെ പുറത്തായിട്ട് കാണപ്പെടുന്നതാണ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. ഇവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടും, വേദന ഒരു മൈൽഡായിട്ട് വേദന ഫീൽ ചെയ്യാവുന്നതാണ്. കാരണം അകത്തല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥകളില്ല. പുറത്തായതുകൊണ്ട് തന്നെ അത്ര പെയിൻ ഫീൽ ചെയ്യാറില്ല. ചിലർക്ക് ഇത് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ ഒക്കെ കൂടുതൽ ആ സ്ഥലത്തേക്ക് പ്രഷർ തട്ടുമ്പോഴായിരിക്കും ഈ വേദന ഫീൽ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ചൊറിച്ചിലുണ്ടാവും, ചിലപ്പോൾ ഒരു മ്യൂക്കസ് ഡിസ്ചാർജസ് പോലെയൊക്കെ കാണിക്കാവുന്നതാണ്. അതാണ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. ഈ 2 രീതിയിലാണ് പൈൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരുവിന്റെ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നല്ല വണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് പൈൽസ് വരാനുള്ള സാധ്യത ഒരു 90% കൂടുതലാണ്. രണ്ടാമത്തേത്, നിങ്ങൾ ഭക്ഷണ ക്രമീകരണം നോക്കുന്ന സമയത്ത് ഈ നമ്മളെ സ്റ്റൂൾസ് അല്ലെങ്കിൽ മലം എന്ന് പറയുന്നത് അതിന് ആ ഒരു ദഹനത്തിന്റെ പ്രക്രിയ നടന്ന് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് സ്റ്റൂൾസ് അല്ലെങ്കിൽ മലം എന്ന് പറയുന്നത്. അപ്പൊ ഈ മലം ഈ ഒരു ഫോമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബൾക്കി കൺസിസ്റ്റൻസിയിലേക്ക് എത്തണമെങ്കിൽ വെള്ളവും ഫൈബറും ഒക്കെ അത്യാവശ്യമാണ്. അപ്പം വെള്ളത്തിന്റെ അളവ് കുറയുന്ന ശരീരം അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ ഒട്ടും കഴിക്കാത്ത ആളുകൾക്കാണ് ഈ പറഞ്ഞിട്ടുള്ള പൈൽസ് രൂപപ്പെടുന്നത്. ഇനിയിപ്പോൾ പ്രഗ്നൻസിന്റെ ഭാഗമായിട്ടും പൈൽസ് രൂപപ്പെടാം. കാരണം ആ ഒരു ഓവർ മസിൽ സ്ട്രെങ്തനിങ്ങിന്റെ ഭാഗമായിട്ട്, ഓവർ സ്ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ഈ പറഞ്ഞിട്ടുള്ള പൈൽസ് രൂപപ്പെടാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകൾ, അതായത് കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ, ഒട്ടും വ്യായാമമില്ലാത്ത ആളുകൾക്കൊക്കെയാണ് മെയിൻലി പൈൽസിന്റെ പ്രശ്നങ്ങൾ കാണിക്കാറുള്ളത്. പിന്നെ സിവിയർ ആയിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടെ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇതൊരു മെയിൻ ഫാക്ടറായിട്ട് ബുദ്ധിമുട്ടുകൾ കാണിക്കാവുന്നതാണ്. വയറ്റിന്ന് ഒട്ടും പോകാതിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആണ് മേജർ കോസ് ഓഫ് പൈൽസ് എന്ന് പറയുന്നത്. വയറ്റിന്ന് പോകാതിരിക്കുമ്പോൾ കൂടുതൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥകൾ വരുന്നു. അങ്ങനെ അത് ഫിഷറായിട്ടും ഫിസ്റ്റുലയായിട്ടും പൈൽസ് ആയിട്ടും രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ ബവൽ മൂവ്മെന്റ്സ് കറക്റ്റ് ആവണം, അല്ലെങ്കിൽ കുടലിൻ്റെ ചലനങ്ങൾ കറക്റ്റ് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു റീസൺസ്, അതല്ലേ, ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ പറയേണ്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ വെള്ളം കൃത്യമായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ, ഭക്ഷണത്തിൽ കൂടുതൽ ജങ്ക് ഫുഡ്, ഫൈബർ ഒട്ടും തന്നെ, അതായത് ജങ്ക് ഫുഡ് അമിതമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഫൈബർ ഒട്ടും ഇല്ലാത്തൊരു ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള പൈൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ പെയിൻ ഉണ്ടാവാം, സ്ലൈറ്റ്ലി ഒരു പെയിൻ ഫീൽ ചെയ്യാം ഇനീഷ്യലി. അതിനോടൊപ്പം തന്നെ ബ്ലീഡിങ് അനുഭവപ്പെടാവുന്നതാണ്. ദെൻ ചൊറിച്ചിലുണ്ടാവും, ചിലർക്ക് ഒരു മ്യൂക്കസ് ഡിസ്ചാർജ് പോലെ കാണിക്കാവുന്നതാണ്, ഒരു തടിപ്പ് പ്രൊട്രൂഡ് ചെയ്ത് വരാവുന്നതാണ്. ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മൂവ്മെന്റ്സ് ചെയ്യുമ്പോഴൊക്കെ സമയത്ത് നമുക്കൊരു ഇറിറ്റബിലിറ്റി ഫീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നത്. ഇവിടെ നമ്മൾ മാനേജ്മെന്റ് സൈഡ് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ സിറ്റ്സ് ബാത്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സിറ്റ്സ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബേസിനിൽ കുറച്ച് ചൂടുവെള്ളം, അതിലേക്ക് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് അതിൽ ഇരിക്കുക. നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ ഈ ഒരു സിറ്റ്സ് ബാത്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇത് അവിടുത്തെ മുറിവുകളോ അല്ലെങ്കിൽ നീർക്കെട്ടുകളോ ചൊറിച്ചിലോ ബ്ലീഡിങ്ങോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. രണ്ടാമത്തേത്, ഭക്ഷണം ക്രമീകരണത്തിലേക്ക് വരുമ്പം നന്നായിട്ട് ഫൈബർ കൂട്ടിയെടുക്കുക. അതിപ്പോൾ പച്ചക്കറികളും ഇലക്കറികളും ഫ്രൂട്ട്സുകളും നാരുകൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നന്നായിട്ട് കഴിക്കുക. ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് കഴിക്കാം. നട്ട്സുകളിൽ നോക്കുന്ന സമയത്ത് അവക്കാഡോസ്,
അതിനോടൊപ്പം തന്നെ കാഷ്യൂ, ബദാം, പിസ്ത, വാൽനട്ട്സ് ഇങ്ങനത്തെ നട്ട്സിൻ്റെ കോമ്പിനേഷൻ ഡെയിലി കഴിക്കുക. അതിനോടൊപ്പം തന്നെ ചിയ സീഡ്സ് നമ്മൾ ഡ്രൈ ഫോമിൽ കഴിക്കരുത്, കൂടുതൽ അത് സോക്ക് ചെയ്തിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. ഫ്ലാക്സ് സീഡ്സ് നന്നായിട്ട് കഴിക്കുക, ചണവിത്ത് ഇതൊക്കെ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തിയും അതേപോലെ ബുദ്ധിമുട്ടുകൾ ക്ലിയർ ആവുന്നതും. ഇനിയിപ്പോൾ ഫ്രൂട്ട്സിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ആപ്പിൾ കഴിക്കാം, ഓറഞ്ച്, മൊസമ്പി, അനാറ്, നെല്ലിക്ക, പപ്പായ, വാട്ടർമെലൺ, പൈനാപ്പിള് ഇതൊക്കെ ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ദഹനത്തിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചൊന്ന് സ്പീഡപ്പ് ആക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺസ്റ്റിപ്പേഷൻ റെഡ്യൂസ് ആവും. വെജിറ്റബിൾസിൽ നോക്കുന്ന സമയത്ത് ക്യാരറ്റ് കഴിക്കാവുന്നതാണ്, ടൊമാറ്റോ കഴിക്കാവുന്നതാണ്, ബീട്രൂട്ട്, കോളിഫ്ലവർ ഇതിലൊക്കെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് വ്യായാമം ചെയ്യുക. ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് മെയിൻ റൂട്ട് കോസ് എന്ന് പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക. മിനിമം ഒരു 10 മുതൽ ഒരു 5 മുതൽ 10 ഗ്ലാസ് എങ്കിലും ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഒരു മിനിമം ഒരു 3 ലിറ്റർ മുതൽ ഒരു 4 ലിറ്റർ എങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ വെള്ളം കുടിക്കണമെന്നാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. സ്ട്രെസ്സ് കുറയ്ക്കുക. അമിതവണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അത് വെയിറ്റ് ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഡയറ്റിലൂടെ കംപ്ലീറ്റ് ആയിട്ടും മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ക്രമീകരണം കൊണ്ടുവരിക, സമയത്തിന് ആഹാരം കഴിക്കുക. കുറേ നേരം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മളിപ്പം യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ ഇരിക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ, സ്ഥിരമായിട്ട് അതിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കുമ്പിട്ട് മുന്നോട്ട് ഒടിഞ്ഞു കുത്തിയ പോലെ ഇരിക്കരുത്. നമ്മൾ സ്പൈൻ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കാലൊരു 90 ഡിഗ്രിയിൽ വെക്കുന്ന രീതിയിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക. മാക്സിമം ആ ഒരു പാദത്തിൻ്റെ ഭാഗം ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ബവൽ മൂവ്മെന്റ്സ് കുറച്ചൊന്ന് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ്. കൂടുതൽ സ്ട്രെയിൻ ചെയ്യരുത്. അതേപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് കുറേ നേരം ഇരിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടാവും. കൂടിപ്പോയൊരു നമ്മളൊരു 5-10 മിനിറ്റ് അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ ആ ഒരു ടൈമിംഗ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിലൂടെ തന്നെ നമുക്ക് പൈൽസ് രോഗങ്ങളെ ഒരു പരിധി വരെ അതിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്